അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് അവർ പെറ്റ്സ്, നമ്മളുടെ ഇഷ്ടപ്പെട്ട ജീവികൾ. അതായത് നമ്മളെ പെറ്റ്സ്, നമ്മളെ സ്വന്തം പെറ്റ്സ്. നമ്മളെ പെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ബേഡ്സ്, ആനിമൽസ്, പിന്നെ ഫിഷ്, എക്വറിക്കിൽ വളർത്തുന്ന ഫിഷില്ലേ, നമ്മൾ പുറത്ത് ഫൗണ്ടനൊക്കെ പോലെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ. നായ, പൂച്ച, പിന്നെ റാബിറ്റ്, പിന്നെന്താ ടോട്ടവൈസിനെ ചിലർ വളർത്തും, റാബിറ്റിനെ വളർത്തും, ഫിഷിനെ വളർത്തും, തത്തനെ വളർത്തും, അതായത് പാരറ്റ്. ഓക്കെ, ഇതിനൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പശുവിനെ വളർത്തുന്നത് വീട്ടിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെറ്റ്സ് എന്ന് പറയുന്നത്, പെറ്റ്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പെറ്റ്സ് എന്ന് പറയുന്നത് മൃഗങ്ങളാണ്, അല്ലെങ്കിൽ ഫിഷാണ്, അല്ലെങ്കിൽ ബേഡ്സാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ അവരുടെ വളർത്തുന്നതിനെയാണ് പെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്വന്തം പെറ്റ്സ്. പിന്നെ കോമൺ പെറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയും വരും? നായും പൂച്ചയും, പിന്നെ റാബിറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പാരറ്റ് ഉണ്ട്. ആൾസോ കെപ്റ്റ് ആസ് പെറ്റ്സ്. സം പീപ്പിൾ കീപ് ടോർട്ടോയിസ്, പാരക്കിറ്റ് ആൻഡ് മംഗൂസ് ആസ് എ പെറ്റ്. ഓക്കെ, ചില ആൾക്കാർ ടോർട്ടോയിസിനെയും പാരക്കീറ്റിനെയും മംഗൂസിനെയൊക്കെ പെറ്റായിട്ട് കണക്കാക്കാറുണ്ട്, അവരെ വീട്ടിൽ വളർത്താറുമുണ്ട്. ഓക്കെ, ഓൾ പെറ്റ്സ് നീഡ് ടു പ്ലേസ് ടു ലിവ് ഇൻ. നമ്മളെ പോലെ പെറ്റ്സിനും ഒരു താമസ സ്ഥലം വേണം. ദേ മസ്റ്റ് ബി കെപ്റ്റ് കെയർഫുള്ളി ആൻഡ് ട്രീറ്റഡ് വിത്ത് ലവ്. അവരെ നന്നായിട്ട് നോക്കണം. നമ്മളെ നോക്കുന്ന പോലെ പെറ്റ്സിനെ നോക്കണം, അതിലും കെയർ കൊടുത്ത് നോക്കണം. സ്നേഹത്തോടെ വളർത്തും വേണം. ഓക്കെ, സ്നേഹം കൊടുത്ത്, പരിചരണം കൊടുത്ത്, ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തണം. ടേക്കിംഗ് കെയർ ഓഫ് പെറ്റ്സ്. നമ്മൾ എങ്ങനെയാണ് പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുക? നമ്മൾ അവർക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കണം, ഫീഡ് ദം വെൽ. ഓക്കെ, കീപ് ദം ക്ലീൻ. അവരെ ക്ലീനായിട്ട് സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കണം. പിന്നെ വൃത്തിയായിട്ട് പരിചരിക്കണം. പിന്നെ അവർക്ക് സുഖമില്ലാതെയായാൽ വെറ്ററിനറി ഡോക്ടറെ കാണിക്കണം. അതിന് വെറ്റ് എന്ന് പറയാം. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറ്ററിനറി ഡോക്ടറെയാണ് വെറ്റ് എന്ന് പറയുന്നത്. വെറ്ററിനറി ഡോക്ടർ എന്താ ചെയ്യുക? ഈ സിക്കായിട്ട് ആനിമൽസിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യും. അത് വെറ്ററിനറി ഡോക്ടറെ ജോലിയാണ്. ഓക്കെ, പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ലയണിനെ നമുക്ക് പെറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ? ലയണിനെ നമുക്ക് ഒരിക്കലും പെറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല, അത് ഡേഞ്ചറസ് ആനിമലാണ് അല്ലേ? ലയൺ കനോട്ട് ബി കെപ്റ്റ് ആസ് എ പെറ്റ് ആസ് ഹോം ആസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഓക്കെ, നരീനെ പൂച്ചനെയൊന്നും നമ്മൾ പെറ്റായിട്ട് വളർത്തില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ?